ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. പ്രോത്സാഹനങ്ങൾ മറ്റുള്ളവർ കേൾക്കെ നൽകണം. തിരുത്തലുകളാകട്ടെ സ്വകാര്യമായി നൽകണം എന്നൊരു പ്രമാണമുണ്ട്. മറ്റുള്ളവർ കേൾക്കെ നൽകുന്ന തിരുത്തലുകൾ ആത്മാഭിമാനക്ഷതം വരുത്തിയേക്കാം. യേശു യൂദായ്ക്ക് നൽകുന്ന മുന്നറിയിപ്പുകളും തിരുത്തലുകളും ശ്രദ്ധിക്കുക. യൂദയ്ക്കല്ലാതെ മറ്റാർക്കും ഗുരു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധമാണ് അവൻ്റെ ധനാസക്തിയെക്കുറിച്ചും അത് വരുത്തിവെക്കുവാൻ പോകുന്ന വിപത്തിനെക്കുറിച്ചും മുന്നറിയിപ്പുകൾ നൽകുന്നത്. മറ്റാരും അത് മനസ്സിലാക്കി അവനെ കുറ്റപ്പെടുത്തുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല. നമുക്കെല്ലാം അനുകരിക്കാവുന്ന ഒരു തിരുത്തൽ ശൈലിയാണ് യേശു ഇവിടെ അനുവർത്തിക്കുന്നത്. എന്നാൽ പത്രോസിനോട് എല്ലാവരും കേൾക്കെയാണ് യേശു സംസാരിച്ചത്. പീഡാസഹനത്തെക്കുറിച്ച് യേശു മുന്നറിയിപ്പ് നൽകുമ്പോൾ പത്രോസ് ഇടയ്ക്കു കയറി അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമം നടത്തുന്നു. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണെന്ന് പത്രോസിൻ്റെ മുഖത്തു നോക്കി യേശു തുറന്നടിക്കുന്നു. കാരണം പത്രോസ് അവരുടെ നേതാവാണ്. അവന് നൽകുന്ന തിരുത്തൽ എല്ലാവർക്കും ബാധകമാണ്. മറ്റുള്ളവർ കേൾക്കെ തിരുത്തുന്നതും ശാസിക്കുന്നതും ഭാവിയിൽ ആ സ്ഥാനങ്ങളിലേക്ക് വരാനിരിക്കുന്നവരെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കുവാനാണ്. ചില തിരുത്തലുകൾ മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റിവെക്കേണ്ടതുമുണ്ട്. ഒരിക്കൽ വഴിയിൽ വെച്ച് ശിഷ്യന്മാർ തമ്മിൽ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നൊരു തർക്കമുണ്ടാകുന്നുണ്ട്. അപ്പോൾ മൗനം പാലിക്കുന്ന യേശു ഭവനത്തിലെത്തിയപ്പോൾ അവരെ ഒരുമിച്ചിരുത്തി സ്നേഹത്തോടെ തിരുത്തലുകൾ നൽകുന്നു. വഴിയിൽ വെച്ച് ജനം കേൾക്കെ ശാസിച്ച് അവരെ അപമാനിക്കുവാൻ യേശു തയ്യാറാകുന്നില്ല. വളർത്തുന്നവനാണ്, തളർത്തുന്നവനല്ല സ്നേഹിതൻ. സ്നേഹത്തിൻ്റെ തിരുത്തലുകൾ ലഭിക്കുമ്പോൾ സ്വാഭാവികമായും മുഖം വാടിയേക്കാം. എന്നാൽ പുകഴ്ത്തുന്ന 1000 സുഹൃത്തുക്കളേക്കാൾ തിരുത്തുന്ന ഒരു സുഹൃത്താണ് നമുക്ക് ഉപകാരിയായി മാറുന്നത്. നോമ്പിൻ്റെ ഈ പുണ്യദിനങ്ങളിൽ നമ്മുടെ ജീവിത വൃക്ഷത്തെ വെട്ടിയുരുക്കാം. സദൃശവാക്യം 17:17. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.